യവം പുലിയാണ് കേട്ടാ. ഹായ് മക്കളെ, എല്ലാവർക്കും സുഖമല്ലടാ. നമ്മുടെ പക്കാ ഫിസിക്സിന്റെ ഇവൻ പുലിയാണ് കേട്ട എന്നുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകും നമ്മുടെ സ്വന്തം ചാപ്റ്റർ ഓസിലേഷൻസ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 പുലി ചോദ്യങ്ങളാണ്. നിങ്ങളുടെ സീനിയേഴ്സിനെയും സൂപ്പർ സീനിയേഴ്സിനെയും കുഴപ്പിച്ചിട്ടുള്ള 3 അടിപൊളി ചോദ്യങ്ങളാണ് നമ്മൾ സെറ്റാക്കി എടുക്കാൻ പോകുന്നത്. എല്ലാവരും തയ്യാറാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ തുടങ്ങുക. അതിലൊരു മടിയും കാണിക്കരുത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എപ്പോഴും ഞാൻ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. ഏത് ചോദ്യമായിക്കോട്ടെ മിനിമം ഒരു 2 തവണ മനസ്സിരുത്തി വായിക്കുക. സോ 2023 മോഡൽ എക്സാമിലെ ചോദ്യമാണ്, സീനിയേഴ്സിന്റെ മോഡൽ എക്സാമിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് വായിക്കാം. ദ ലെങ്ത് ഓഫ് ദ സെക്കൻഡ് പെൻഡുലം ഓൺ ദ സർഫേസ് ഓഫ് ദ എർത്ത് ഈസ് 1 മീറ്റർ. സെക്കൻഡ് പെൻഡുലത്തിന്റെ ഭൂമിയുടെ സർഫേസിലുള്ള അല്ലെങ്കിൽ ഭൂമിയിലുള്ള നീളം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. വാട്ട് വിൽ ബി ദ ലെങ്ത് ഓഫ് ദ പെൻഡുലം ഓൺ ദ സർഫേസ് ഓഫ് ദ മൂൺ? ഈ സെക്കൻഡ് പെൻഡുലത്തിന്റെ മൂണിലുള്ള ലെങ്ത് എത്രയാണ് എന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതിനുവേണ്ടി മൂണിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചോദ്യത്തിനകത്ത് അവർ നൽകിയിട്ടുണ്ട്. എത്രയാണ്? 1.6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അന്തസായി നമുക്ക് ചോദ്യം പ്രൊസീഡ് ചെയ്യാം. സോ ആദ്യം ഗിവൺ ഡാറ്റാസ് ഒന്ന് എഴുതി വെക്കാം. എന്തൊക്കെയാണ് ഗിവൺ ഡാറ്റാസ്? സോ ലെങ്ത് ഓഫ് ദ സെക്കൻഡ് പെൻഡുലം ഓൺ ദ എർത്ത്, സോ LE എന്ന് കൊടുത്തിട്ടുണ്ട്. അതെത്രയാണ്? 1 മീറ്റർ ആണ്. LM ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. GE നമുക്കറിയാം എത്രയാണ്? 9.8 ആണ്. GM ചോദ്യത്തിൽ തന്നിട്ടുണ്ട് എത്രയാണ്? 1.6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ട് ക്ലിയർ അല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ അറിയുന്ന പാരാമീറ്റേഴ്സ്. നോൺ പാരാമീറ്റേഴ്സ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ലെങ്ത് ഓഫ് ദ സെക്കൻഡ് പെൻഡുലം അറ്റ് ദ സർഫേസ് ഓഫ് മൂൺ ആണ് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ അല്ലേ? ചോദ്യത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്, എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്നതിനെ പറ്റി വ്യക്തമായി ധാരണ കിട്ടിയില്ലേ? ഇനി നമുക്ക് ഏത് ഫോർമുല ഉപയോഗിക്കാം, അതാണ് ഏറ്റവും നിങ്ങളെ കുഴപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അല്ലേ? ആ ഫോർമുലയെ പറ്റി സിമ്പിളായി ഞാനൊരു കൺസെപ്റ്റ് പറഞ്ഞുതരാം. ഇത് സെക്കൻഡ് പെൻഡുലത്തിന്റെ കാര്യമാണ്. സോ സെക്കൻഡ് പെൻഡുലത്തിന്റെ ടൈം പീരീഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് 2 സെക്കൻഡ് ആണ്. അത് ഭൂമിയിലാണെങ്കിലും ചന്ദ്രനിലാണെങ്കിലും സെക്കൻഡ് പെൻഡുലത്തിന്റെ ടൈം പീരീഡ് എത്രയാണ്? അത് 2 സെക്കൻഡ് ആണ്. അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. സോ ടൈം പീരീഡ് ഓഫ് ദ സെക്കൻഡ് പെൻഡുലം അറ്റ് ദ സർഫേസ് ഓഫ് ദ മൂൺ ആണെങ്കിലും അറ്റ് ദ സർഫേസ് ഓഫ് ദ എർത്ത് ആണെങ്കിലും എത്രയാണ്? 2 സെക്കൻഡ് ആണ്. അതിൽ നിങ്ങൾക്ക് യാതൊരുവിധ സംശയവും വേണ്ട. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ്? ടൈം പീരീഡിന്റെ ഇക്വേഷൻ ഒന്ന് ആലോചിച്ചേരാ. T = 2π√L/g ആണ്. ശരിയല്ലേ? L/g ആണ്. സോ രണ്ടും നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. എർത്തിന്റെ ടൈം പീരീഡ്, മൂണിന്റെ ടൈം പീരീഡ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം മക്കളെ. അതായത് ടൈം പീരീഡ് ഓഫ് ദ മൂൺ എന്തായിരിക്കും? യെസ്, 2π√LM/gm will be equal to 2π√LE/g. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഒരു തരി സംശയമില്ലാലോ, ആർക്കും തന്നെ സംശയമില്ല. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഇവിടെ നമുക്ക് ഏതൊക്കെ ഒന്ന് ക്യാൻസൽ ചെയ്യാം മക്കളെ? 2π ക്യാൻസൽ ചെയ്യാം. 2 സൈഡും റൂട്ട് ഉണ്ട്. സോ റൂട്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. സോ ബാക്കി എന്താ ഉള്ളത് ഒന്ന് ശ്രദ്ധിച്ചേടാ. ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് നോക്കിക്കേ. LM/GM = LE/GE ആണ്. എങ്കിൽ നമുക്കിവിടെ LM ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഗൈസ്, LM = LE/GE ഇൻറ്റു എത്ര വരും? GM എന്ന് വരും. സോ LM = LE, ഭൂമിയിലുള്ള നീളം എത്രയാണ്? 1 ആണ്. എർത്തിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്? 9.8 ആണ്. ചന്ദ്രനിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്? 1.6 ആണ്. സോ ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും 0.163 മീറ്റർ എന്ന് കിട്ടും. നീളമല്ലേ ചോദിച്ചിരിക്കുന്നത്? സോ അത് 0.163 ആണ് മക്കളെ. സോ LM will be equal to 0.163 മീറ്റർ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. പഠിക്കേണ്ടതാണ്. ഇത്തരം ചോദ്യങ്ങൾ 3 മാർക്കിനാണ് പരീക്ഷകളിൽ ചോദിക്കുക. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം ക്രിസ്റ്റൽ ക്ലിയർ ആയി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. മക്കളെ, നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലൂടെ അടക്കാം. 2019 ഇംപ്രൂവ്മെന്റ് പരീക്ഷയിൽ ചോദിച്ച അതിഗംഭീരമായ അടുത്ത ചോദ്യത്തിലൂടെ അടക്കാം. അടുത്തൊരു പുലിയായ ചോദ്യത്തിലൂടെ അടക്കുവാണ്. ശ്രദ്ധിക്കണം. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ട് SHM ഓഫ് ആംപ്ലിറ്റ്യൂഡ് എ എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡിൽ ഒരു പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുവാണ്. അറ്റ് വാട്ട് ഡിസ്റ്റൻസ് ഫ്രം ദ മീൻ പൊസിഷൻ ഇറ്റ്സ് കൈനറ്റിക് എനർജി വിൽ ബി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. മീൻ പൊസിഷനിൽ നിന്ന് എത്ര ദൂരം അകലെയാണ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആവുക എന്നതാണ് ചോദ്യം. നിസ്സാരമായി ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. സോ ആദ്യം നമുക്ക് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ അറിയാം. കൈനറ്റിക് എനർജി ഈക്വൽ എന്താ മക്കളെ? ½ ആണ്. ആർക്കും തന്നെ സംശയമില്ലാലോ, നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ്. സോ കൈനറ്റിക് എനർജി വിൽ ബി ഈക്വൽ ടു ½ m × വെലോസിറ്റി. എന്താ മക്കളെ? നമ്മൾ SHMന്റെ വെലോസിറ്റി പഠിപ്പിച്ചു തന്നാണ്. -ω √A² - x². അപ്പോൾ ഹോൾ സ്ക്വയർ ഇട്ട് കൊടുക്കുക. v² അല്ലേ? സോ v എന്ന് പറഞ്ഞാൽ -ω √A² - x² ആണ്. ഒരു ഹോൾ സ്ക്വയർ കൂടി ഇട്ട് കൊടുക്കുക. സോ കൈനറ്റിക് എനർജി വിൽ ബി ഈക്വൽ ടു എന്ത് വരും? ½ m ω² A² - x². ഇതിന് ഇക്വേഷൻ നമ്പർ എന്ത് കൊടുക്കാം?
ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ക്ലിയർ അല്ലേ? കൈനറ്റിക് എനർജി കിട്ടി. അടുത്ത് നമുക്ക് ആരെ കണ്ടുപിടിക്കാം? അടുത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകും നമ്മുടെ സ്വന്തം പൊട്ടൻഷ്യൽ എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ എന്താണ്? ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. ശരിയല്ലേ? ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അത് അതുപോലെ തന്നെ എഴുതിയാൽ മതി, ഒരു മാറ്റവും വരുത്തണ്ട, അത് മതി. ഓക്കെ, നമുക്കറിയാം ഇത് രണ്ടും ഈക്വൽ ആവുന്ന മീൻ പൊസിഷൻ എന്നുള്ള ദൂരമാണ് കണ്ടുപിടിക്കുന്നത്. സോ കൈനറ്റിക് എനർജി വിൽ ബി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. ഈ കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഇത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുക്കുവാണ്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മക്കൾ എല്ലാവരും തയ്യാറല്ലേ? സോ ആദ്യം കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടിയത്? ഹാഫ് എം ഒമേഗ സ്ക്വയർ a square minus x square will be equal to half kx square. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായോ? രണ്ടും നമ്മൾ അടിപൊളിയായി ഇക്വേറ്റ് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പിനകത്ത് ഹാഫ് എം ഒമേഗ സ്ക്വയർ ഞാൻ എന്ത് ചെയ്യുവാണ്? അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. സോ എന്ത് വരും? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് വരും. ക്ലിയർ അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എം ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കെക്ക് ഈക്വൽ ആണ്. സോ അതുകൂടി നമുക്ക് എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. സോ ഹാഫ് കെ എ സ്ക്വയർ മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് വരും. ക്ലിയർ അല്ലേ? അടുത്തത് ഈ മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയറിനെ റൈറ്റ് സൈഡിലോട്ട് ഞാൻ എടുക്കുവാണ്. സോ ഹാഫ് കെ എ സ്ക്വയർ ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? സോ ഹാഫ് കെ എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് കെ എക്സ് സ്ക്വയർ എത്രയാണ് മക്കളെ? കെ എക്സ് സ്ക്വയർ ആണ്. അതിൽ നിങ്ങൾക്ക് യാതൊരുവിധ സംശയവും വേണ്ട. സോ നോക്കിക്കോ, ഹാഫ് കെ എ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? കെ എക്സ് സ്ക്വയർ എന്ന് വരും. കെ എക്സ് സ്ക്വയർ രണ്ട് സൈഡിലുള്ള കോമൺ ടേംസിനെ ക്യാൻസൽ ചെയ്യാം. സോ കെ ക്യാൻസൽ ചെയ്തു. സോ മക്കളെ ശ്രദ്ധിക്കടാ, എക്സ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ബൈ 2. സോ എക്സ് ഈക്വൽ ടു എന്ത് വരും? എ ബൈ റൂട്ട് 2. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. പഠിക്കേണ്ടതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്കിന് പരീക്ഷയിൽ ചോദിക്കുന്ന അടുത്ത കൊലകൊമ്പൻ ചോദ്യത്തെ കൂടി നമ്മൾ ക്രാക്ക് ചെയ്തിരിക്കുന്നു. മക്കളെ, നമ്മൾ നമ്മുടെ 3ാമത്തെ ചോദ്യത്തിലൂടെ നടക്കുന്നത്. ഈ 3ാമത്തെ ചോദ്യത്തിന്റെ വലതുവശത്തായിട്ട് നിങ്ങൾക്ക് ഒരു വർഷം കാണാൻ സാധിക്കില്ല. കാരണം ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ല. എങ്കിൽ പോലും ഇവൻ ഒരു പുലി ചോദ്യമാണ്. ഉള്ളതിൽ നിങ്ങളുടെ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള പുലികളായ ചോദ്യത്തെ കൂടി നമുക്ക് ക്രാക്ക് ചെയ്യേണ്ടതുണ്ട്. എനിക്കറിയാം ഈ വീഡിയോ കാണുന്ന 99% കുട്ടികളും ഈ പറയുന്ന ചോദ്യം പഠിക്കാത്തവരായിരിക്കും, അറിയാത്തവരായിരിക്കും, കാണാത്തവരായിരിക്കും. സോ ഇത്തരം ചോദ്യങ്ങൾ കൂടി നമ്മുടെ പരീക്ഷയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു മക്കളെ. അത്രയ്ക്ക് അടിപൊളിയായ അന്തസ്സുള്ളൊരു ചോദ്യമാണ് പഠിച്ചെടുക്കാൻ പോകുന്നത്. തയ്യാറല്ലേ? യെസ്, നമുക്ക് ചോദ്യം വായിക്കാം. അറ്റ് എ ടൈം ഡിസ്പ്ലേസ്മെന്റ് ഹാഫ് ദ ആംപ്ലിറ്റ്യൂഡ്. ഏതോ ഒരു സമയത്ത് ആംപ്ലിറ്റ്യൂഡിന്റെ പകുതിയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് പറയുന്നത്. അറ്റ് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ എനർജി ഈസ് കൈനറ്റിക് എനർജി? ടോട്ടൽ എനർജിയുടെ എത്ര ഫ്രാക്ഷൻ ആയിരിക്കും കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്? സിമിലർ വേ ടോട്ടൽ എനർജിയുടെ എത്ര ഫ്രാക്ഷൻ ആയിരിക്കും പൊട്ടൻഷ്യൽ എനർജി എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അഥവാ ആംപ്ലിറ്റ്യൂഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡിന്റെ പകുതിയാവുന്ന സമയത്ത് ഈ പറയുന്ന കൈനറ്റിക് എനർജി ടോട്ടൽ എനർജിയുടെ എത്ര ഫ്രാക്ഷൻ ആയിരിക്കും, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി ടോട്ടൽ എനർജിയുടെ എത്ര ഫ്രാക്ഷൻ ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ചോദ്യമാണ്. സോ ബേസിക് ആയ കാര്യങ്ങൾ നമുക്ക് എഴുതി വെക്കാം. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് അവർ പറയുന്നത്? a/2 ആവുന്ന കണ്ടീഷനാണ് അവർ പറയുന്നത്. അത് ആദ്യം തന്നെ എടുത്ത് എഴുതുക. എന്നിട്ട് ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? ഹാഫ് കെ എ സ്ക്വയർ ആണ് ടോട്ടൽ എനർജി. ഈ രണ്ട് കാര്യങ്ങളെ രണ്ട് ഇക്വേഷൻ നമ്പർ വെച്ച് സൂചിപ്പിക്കാം. സോ 1 and 2 സെറ്റ് അല്ലേ? കാര്യം വൃത്തിയായി മനസ്സിലായില്ലേ? ഇനി നമുക്ക് കൈനറ്റിക് എനർജി ഒന്ന് കണ്ടുപിടിച്ചാലോടാ. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. ഹാഫ് എം വി സ്ക്വയർ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, പഠിച്ചതാണ്. സോ കൈനറ്റിക് എനർജി കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്ത അതേ പ്രൊസീഡിങ്സ് തന്നെയാണ്. ഹാഫ് എം ഇൻറ്റു വിക്ക് പകരം മൈനസ് ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായില്ലേ? ഒരു മാറ്റവും ഇല്ലാലോ, ഒരു സംശയവും ഇല്ലാലോ. ഇക്വേഷൻ നമ്പർ 3 ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 4 ആണ്. അതിനുശേഷം സ്ക്വയർ ചെയ്യുക. വേറെ ഒന്നും നമ്മൾ ചെയ്യാൻ പോകുന്നില്ല. സ്ക്വയർ ചെയ്യുക. സോ ഗൈസ്, വി വിൽ ഗെറ്റ് കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് എം. ബാക്കിയുള്ള ടേംസിനെ സ്ക്വയർ ചെയ്ത് എന്ത് വരും? ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. ക്ലിയർ അല്ലേ? ഇക്വേഷൻ നമ്പർ 5. 5ാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടി. അതിനുശേഷം നമുക്കറിയാം എം ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കെ ആണ്. സോ ഗൈസ് ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് കെ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഹാഫ് കെ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇക്വേഷൻ നമ്പർ 6 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? വ്യക്തമായി മനസ്സിലായി, ഒരു തരി സംശയമില്ലാലോടാ. ഇനി നമുക്ക് അറിയുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൂടി ഇവിടെ ചെയ്യേണ്ടതുണ്ട്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? a/2 ആണ്. അത് ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. അപ്പം എല്ലാവരും ശ്രദ്ധിച്ചേടാ. സോ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് കെ എ സ്ക്വയർ മൈനസ് എക്സിന് പകരം എന്ത് കൊടുക്കാം? a/2 ഹോൾ സ്ക്വയർ.
ക്ലിയർ അല്ലേ? സോ a/2 ഹോൾ സ്ക്വയർ എന്താണ്? സോ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് കെ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 4 എന്ന് വരും. സോ ഒന്ന് സിംപ്ലിഫൈ ചെയ്തേടാ. കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് കെ 4 ഇങ്ങോട്ട് പോകുമ്പോൾ 4a സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. സോ എല്ലാത്തിനും ഇക്വേഷൻ നമ്പറുകൾ നമുക്ക് ഇടണം. ഇക്വേഷൻ നമ്പർ 7, 8, 9. അടുത്തത് 4a സ്ക്വയർ മൈനസ് എ സ്ക്വയർ എത്രയാണ്? 3a സ്ക്വയർ ആണ്. ഞാനത് റീപ്ലേസ് ചെയ്യാൻ പോവാണ്. സോ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് കെ 3a സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. ഞാൻ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. സോ കൈനറ്റിക് എനർജി ഈക്വൽ ടു 3/4 ഹാഫ് കെ എ സ്ക്വയർ എന്ന് എഴുതാം. 3/4 ഹാഫ് കെ എ സ്ക്വയർ എന്ന് എഴുതാം. ശരിയല്ലേ മക്കളെ? നമുക്ക് എല്ലാവർക്കും അറിയാം ഹാഫ് കെ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ എനർജി ആണ്. സോ വി ക്യാൻ സിംപ്ലിഫൈ ദാറ്റ്. കൈനറ്റിക് എനർജി ഈക്വൽ ടു 3/4 ഫ്രാക്ഷൻ ഓഫ് എന്ത് എഴുതാം? ടോട്ടൽ എനർജി. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ അല്ലേ? സോ കൈനറ്റിക് എനർജിയുടെ കാര്യം വ്യക്തമായി മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലല്ലോ മക്കളെ. നമുക്കിവിടെ അവസാനിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം നമുക്ക് ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയുടെ എത്ര ഫ്രാക്ഷൻ ആണ് എന്നുള്ള കാര്യം കൂടി കണ്ടുപിടിക്കും. സോറി, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജിയുടെ എത്ര ഫ്രാക്ഷൻ ആണ് എന്നുകൂടി കണ്ടുപിടിക്കണം. ഇപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജിയുടെ 3/4 ആണെന്ന് മനസ്സിലാക്കി. സിമിലർ വേ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജിയുടെ എത്ര ഫ്രാക്ഷൻ ആണ് എന്നുകൂടി നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. സോ ആ ടേംസ് കൂടി നമുക്ക് എഴുതേണ്ടതുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. സോ ആദ്യം പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു സംശയമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? a/2 ആണ്. ഞാനത് റീപ്ലേസ് ചെയ്യുവാണ്. ശ്രദ്ധിക്കടാ. സോ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ഹാഫ് കെ എ സ്ക്വയർ ബൈ 2, റൈറ്റ്? യെസ്, a/2 ഹോൾ സ്ക്വയർ. സോ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ഹാഫ് കെ എ സ്ക്വയർ ബൈ 4 എന്ന് വരും. ശരിയല്ലേ? സോ 1/4 ഞാൻ കോമൺ ആയിട്ട് എടുക്കുവാണ്. സോ 1/4 ഇൻറ്റു നോക്കടാ ഹാഫ് കെ എ സ്ക്വയർ. നമുക്ക് എല്ലാവർക്കും അറിയാം ഹാഫ് കെ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ എനർജിയാണ്. സോ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു 1/4 ടൈംസ് ഓഫ് ടോട്ടൽ എനർജി. ഇതാണ് അടുത്ത ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന ടോട്ടൽ എനർജിയുടെ എത്ര ഫ്രാക്ഷനാണ് പൊട്ടൻഷ്യൽ എനർജി എന്നും എത്ര ഫ്രാക്ഷനാണ് കൈനറ്റിക് എനർജി എന്നും വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. കണ്ടീഷൻ മറക്കരുത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ a/2 ഈക്വൽ ആയിരിക്കും ആംപ്ലിറ്റ്യൂഡിന്റെ പകുതിയായിരിക്കും. സോ ഈ 3 പുതിയതായ ചോദ്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഉറപ്പായും താഴെ കമന്റ് ചെയ്യുക, ഫീഡ്ബാക്കുകൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടും വരെ ടേക്ക് കെയർ.